അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചക്ക എങ്ങനെ ഉലത്താമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇനി ചക്ക ഉലത്തെന്നാണ് പറയുന്നത്. പല സ്ഥലത്തും ചക്ക ഉപ്പേരി, ചക്ക തോരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചക്ക എങ്ങനെ ഉലത്തുന്നതിന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അധികം പുളി വെക്കാത്ത ചക്ക എടുക്കുക. അതായത് പച്ച ചക്ക എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മളതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 3-4 വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് എയർ കളഞ്ഞെടുക്കാം. നമുക്ക് ഒത്തിരി വേവാതെയാണ് നമ്മളിന്ന് ഇതിലേക്ക് ഉള്ള ചക്ക വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് കടുക് ചൂടായതിന് ശേഷം 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമുക്കിത് ഉലത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉണക്കമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നമ്മൾ പച്ചമുളകും വേപ്പിലയും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാളയും വെളുത്തുള്ളിയും എല്ലാം നല്ല ബ്രൗൺ നിറമായിട്ട് വരണം. ഈ സമയം നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നമ്മൾ അവസാനം ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ പച്ചമുളകിൻ്റെ ആ കളറ് അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആഡ് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇടുന്നത് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ സമയം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ വേപ്പിലയും നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ചക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ ടൈമിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചക്ക ഉലർത്ത് അല്ലെങ്കിൽ ചക്കത്തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.